ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. ശരിക്കും ഞാൻ ഹൗസ് വാമിങ്ങിന് മുമ്പ് എനിക്ക് കുറേ ഐറ്റംസ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് എല്ലായിടത്തും വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഹോം ടൂറൊക്കെ കാണുമ്പോഴത്തേക്കും അവരുടെ ഷോക്കേസിലും അല്ലെങ്കിൽ ഓരോ സൈഡിലൊക്കെ ഇങ്ങനെ ഐറ്റംസ് വെച്ചേക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇങ്ങനെ നോക്കി വെക്കും. എന്നിട്ട് പിന്നെ ആമസോണിലും മീഷോയിലും ഒക്കെ ഇരുന്ന് സെർച്ച് ചെയ്തിട്ട് അതൊക്കെ കാർട്ടിലിട്ട് വെക്കും. അങ്ങനെ കുറേ ഐറ്റംസ് വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൗസ് വാമിങ്ങിനോട് അടുത്ത് വന്നപ്പോഴത്തേക്കിനും അതിനൊന്നും സമയവും കിട്ടിയില്ല. ഒരു ഐറ്റം വാങ്ങിക്കുവാണെങ്കിലും അത് ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്ത് അത്രയും ഇഷ്ടപ്പെട്ടാലാണ് ഒരെണ്ണം വാങ്ങിക്കുക. ഇഷ്ടപ്പെട്ടാലും പിന്നെ നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടെ ബെറ്റർ കിട്ടുമോ എന്നുള്ളൊരു സെർച്ചിങ്ങിലായിരിക്കും. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് എന്താ പറയുക, അവസാനം ഒരെണ്ണം ഫൈനൽ എത്തില്ല. പിന്നെ സെർച്ച് ചെയ്യാൻ ടൈമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഫുൾ തിരക്കായിരുന്നു. അവസാനം പണികൾ നടക്കുന്ന സമയത്ത് ഫുൾ നമ്മൾ ബിസി ആയിരുന്നു. പിന്നെ ആ സമയത്തൊന്നും നോക്കാനും വാങ്ങാനും ഒന്നും അധികം ടൈം കിട്ടില്ല. അപ്പം ഞങ്ങൾ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിച്ചോളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വീടിനകത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 8 എണ്ണം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ലിവിങ് റൂമിലും ഡൈനിങ് റൂമിലും കിച്ചണിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു ഗ്രീനറി ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 പീസ് നമ്മുടെ ഡൈനിങ് ടേബിളിലും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഇവിടെ നമ്മുടെ സാധാ ചെടിയാണ് വെച്ചേക്കുന്നത്, വെള്ളം ഒഴിക്കുന്ന ചെടിയാണ്. അതിൽ സൂക്ഷിച്ച് നോക്കിയ 2 മയിൽപ്പീലി കാണാം. അത് വെച്ചേക്കുന്നത് ഞങ്ങളുടെ റിച്ചിക്കുട്ടനാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ 8 പീസിൻ്റെ ആ ഒരു ചെടിയുടെ അതിൻ്റെ ബാക്കി 3 പീസ് ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് നമ്മുടെ വർക്ക് പ്ലേസിലാണ്. അപ്പോൾ ഇതും വെള്ളം ഒഴിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോഴും ഒരു പോസിറ്റീവ് ഒരു വൈബ് കിട്ടാൻ വേണ്ടിയാണ് അവിടെ വെച്ചേക്കുന്നത്. ഇനിയിപ്പം വീടിന് പുറത്തുള്ള ചെടികൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഡൈനിങ് റൂമിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു പാറ്റിയോ ഏരിയ ആണ് കേട്ടോ. ആ ഫുൾ ഗ്രീൻ ഇല്ലേ, അത് ഒരു ഡോറുള്ള ഒരു ഗ്രില്ല് ചെയ്തേക്കാണ്. അതിനകത്ത് നമ്മൾ ആമസോണിൽ നിന്ന് സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങിച്ചിട്ട് കെട്ടിവെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലാണ് നമ്മൾ വാഷിംഗ് മെഷീനും പിന്നെ തുണിയൊക്കെ വിരിച്ചിടുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ആ ഒരു ഏരിയ ഒന്നും കാണത്തതുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു കുറേ ഒരു പച്ചപ്പൊക്കെ കാണുമ്പം ഒരു പോസിറ്റീവ് ആംബിയൻസ് ആണ്. ചിലപ്പോൾ ചായ കുടിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ ഞാൻ ഇവിടെ വന്നിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ കുറച്ച് ചെടിയാണ് വെച്ചേക്കുന്നത്. ശരിക്കും നമുക്ക് അങ്ങനെ അധികം പൂ വരുന്നില്ല. ഇവിടെ അധികം വെയിൽ കിട്ടാത്തതുകൊണ്ടാണോ അതോ ഇനിയും വളമൊന്നും ഇടാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. വെള്ളം മാത്രമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എയർപോർട്ട് റോഡിലോട്ട് പോയപ്പം ഇതിൻ്റെ ഒരു ചെടി ആ റോഡിൻ്റെ നടുക്ക് ഫുൾ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ആ ചെടീനെ അധികം മൈൻഡ് ആക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അതങ്ങനെ പിണങ്ങി നിൽക്കുന്നത്. പിന്നെ നമ്മൾ ചെടി വെച്ചത് ഈ ഒരു കിണറിന് ചുറ്റുമുള്ള ഏരിയയിലാട്ടോ. ഇങ്ങനത്തെ ഒരു ഗ്രാസാണ് വെച്ചത്. ഫുൾ ഏരിയ ഇൻ്റർലോക്ക് ഇടേണ്ട, കുറച്ച് സ്ഥലത്തെങ്കിലും മഴവെള്ളമൊക്കെ പെയ്യുമ്പം അകത്തോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ വേനൽ സമയം ആയതുകൊണ്ട് കുറച്ചൊക്കെ കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ വെച്ചിരിക്കുന്ന ചെടികൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.